നമ്മളെല്ലാവരും മക്കളെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ അയച്ച് പഠിപ്പിക്കണമെന്ന് വിചാരിക്കുന്നിടത്ത് എനിക്ക് ഇന്നലെ വട്ടവടയിൽ ചെന്നപ്പോൾ അവിടുത്തെ അമ്മമാർ അവർക്ക് വേണ്ടി സംസാരിച്ച വ്യക്തി പറഞ്ഞത്, ഒരു 30-35 വയസ്സുള്ള ഒരു സ്ത്രീ, ഒരമ്മ വന്ന് പറഞ്ഞത്, ഞങ്ങൾക്കിവിടെ വട്ടവട എന്ന് പറയുന്നത് ദി അതർ സൈഡ്, ദി തമിഴ്നാടു സൈഡ് ഓഫ് കേരളാസ് വട്ടവട, മൂന്നാർ താണ്ടി 1.5 മണിക്കൂർ പോയി അവിടെ നിന്നാൽ നമുക്ക് കാണാവുന്നത് കമ്പം തേനി, ബോധി നായ്ക്കന്നൂർ, ബോധിമേടൊക്കെ കാണാം രാത്രിയായി കഴിഞ്ഞാൽ. അങ്ങനത്തെ സ്ഥലമാണ്. കൃഷിയെ അവലംബിച്ചും വിശ്വസിച്ചും മാത്രം ജീവിക്കുന്ന ഒരു സമൂഹം. അതിദരിദ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ താമസിക്കുന്ന ചുറ്റുപാടുകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്നും സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു കുടിലിൽ താമസിക്കാനുള്ള യോഗ്യത പോലും ഇല്ലെന്ന് തോന്നിപ്പോകും. അത്രയും തലകുനിപ്പിക്കുന്ന തരത്തിലുള്ള ജീവിതാന്തരീക്ഷം ഞാൻ അഭിമന്യുവിന് ധാർമ്മികമായി കൊല ചെയ്ത കാലഘട്ടത്തിൽ 2017 വട്ടവടയിൽ പോയി ഈ അന്തരീക്ഷം കണ്ടതാണ്. അന്ന് ലൈഫ് മിഷനിൽ ഈ വീട് മുഴുവൻ ഞങ്ങൾ 400 ചില്ലുവാനം കുടുംബങ്ങൾക്കുള്ള വീട് പണിത് കൊടുക്കും എന്ന് പറഞ്ഞതിനേക്കാൾ ദരിദ്രമായ അവസ്ഥയിലാണ് ഇന്ന് അവിടെ നിലനിൽക്കുന്നത്. ഞാൻ രാഷ്ട്രീയം പറയല്ല. അപ്പോൾ അവിടെ ചെന്ന് നിന്നപ്പോൾ ഈ അമ്മമാർ പറഞ്ഞ ആവശ്യങ്ങളിൽ ആശുപത്രി, ഒരു ഫാമിലി ഹെൽത്ത് സെൻ്റർ ഉള്ളതൊന്നൊരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ ആക്കി തരണം. അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ വന്നാൽ അതിലുണ്ടാകുന്ന സൗകര്യ കൂടുതലുകളെക്കുറിച്ച് ഒരു 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ മാത്രം പോകാൻ ഉള്ള സൗകര്യങ്ങളുള്ള ഒരു സമൂഹം. ആ സമൂഹത്തിലെ ഏറ്റവും മുതിർന്ന വനിതയാണ് ഈ പറഞ്ഞ 35 വയസ്സുകാരി. പറയുന്നത്, ഞങ്ങൾക്കൊരു മലയാളം മീഡിയം സ്കൂൾ ഇവിടെ വേണം. ഞാൻ അവരോട് പറഞ്ഞു, എനിക്കിത് എങ്ങനെ സാധിക്കും? ഇത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഹയർ എഡ്യൂക്കേഷൻ ആയാലും ശരി തന്നെ, UGCയുടെ ഒക്കെ കെട്ടുപാടുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു സ്റ്റേറ്റ് സബ്ജക്റ്റാണ്. ഈ മലയാളം മീഡിയം സ്കൂൾ എന്തിനാണ് നിങ്ങൾക്ക്? നിങ്ങൾ തമിഴ് പഠിച്ചാൽ പോരെ, തമിഴ് മീഡിയം സ്കൂളേ അവിടെ ഉള്ളൂ. പറഞ്ഞു, സാർ ഇത് കേരള, ഇങ്ങ മലയാളം கற்றுக்கணும், மலையாளம் தெரிஞ்சாதான் நாங்கள் மலையாளி, எங்களுக்கு கேரளாவில் வேலை கிடைக்கும். മലയാളം സർട്ടിഫിക്കറ്റ് വേണം, ഇല്ലെങ്കിൽ ജോലി കിട്ടില്ല. അപ്പോൾ ഒരു ഭാഷയുടെ മേൽ നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് ഏത് ദിക്കിലാണ് നിഷ്കർഷിക്കപ്പെടുന്നത്? അവർക്ക് തമിഴ് പഠിച്ച് തമിഴ്നാട്ടിൽ പോയി ജോലി ചെയ്യാനൊക്കത്തില്ല. അവിടെയും ഈ പറയുന്ന സ്റ്റേറ്റ്ഹുഡ് അല്ലേ, ഡൊമിസിലിറ്റി വിൽ ബി ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ വിഷയം തരണം ചെയ്യാൻ ഞങ്ങൾക്കൊരു മലയാളം സ്കൂൾ വേണമെന്നിടത്താണ് ഞാൻ ആ ഒരു കമൻറ്റ് പറഞ്ഞത്. അത് പക്ഷേ മനസ്സിലാക്കണമെങ്കിൽ ആ ആവശ്യത്തിൻ്റെ ആഴവും വൈകാരികതയും മനസ്സിലാക്കുന്ന തലപ്പത്തിരിക്കുന്ന ആൾക്കാർ വേണം. ഇതേ ഞാൻ റെഫർ ചെയ്തിട്ടുള്ളൂ. അല്ല, ഞാൻ അതിലേക്കല്ല വന്നത്. അപ്പോൾ മലയാള ഭാഷ എങ്ങനെയാണ് അടിച്ചേൽപ്പിക്കപ്പെടുന്നതെന്നല്ല, ജീവിതത്തിലേക്ക് ആവശ്യമായി, അത്യാവശ്യമായി, അനിവാര്യതയായി മാറുന്നത് എന്ന് നമ്മൾ ആ ഒരു ടെക്സ്റ്റിൽ നിന്ന് മനസ്സിലാക്കേണ്ടതാണ്. എന്തായാലും സബ്ജക്റ്റ് വിട്ട് ഞാൻ ഒട്ടും സംസാരിച്ചിട്ടില്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. മലയാളത്തിൻ്റെ പ്രസക്തി, ഞാനിന്ന് മലയാള സിനിമാ നടനാണ്. തമിഴിലോ തെലുങ്കിലോ കന്നഡത്തിലോ ഹിന്ദിയിലോ നിങ്ങൾ എൻ്റെ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ മലയാള സിനിമയിലെ അഭിനയ പ്രാവീണ്യം നേടിയത് കൊണ്ട് മാത്രമാണ്, മലയാളം സംസാരിച്ചുകൊണ്ട് എന്നിലെ കലാകാരനെ ഞാൻ പ്രദർശിപ്പിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഒരുപക്ഷെ എനിക്ക് ഏതറ്റം വരെ എത്താൻ സാധിച്ചോ അവിടം വരെ എത്താൻ സാധിച്ചത്. ഞാൻ എൻ്റെ അമ്മ മലയാളത്തെ നമിച്ചുകൊണ്ട് ലോകത്തിന് മുന്നിൽ ഞാൻ നേരത്തെ ഉദ്ദേശിച്ച ഒരു ശുദ്ധമായ ഉദ്ദേശമുണ്ടല്ലോ, ഇത് ലോകമെമ്പാടുമുള്ള കുഞ്ഞുങ്ങൾ, ഇംഗ്ലീഷ് വായിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ശ്രീരാമസ്വാമി ക്ഷേത്രം, തൃപ്രയാർ, അവിടുത്തെ കതിനവെടി പൊട്ടിക്കുന്നതിന് ഞാനും അവിടെ പോയി 100ഉം 1000ഉം ഒക്കെ കതിനയൊക്കെ കാശ് കൊടുത്ത് പൊട്ടിച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഐതിഹ്യം എനിക്കറിയില്ല. അത് ഇതിലൂടെ ഒന്ന് കണ്ണോടിച്ച് വായിച്ചപ്പോഴാണ് ചില വരികൾ തട്ടിയത്. അതിനകത്ത് അമ്പലപ്പുഴ
വേലകളിയായാലും ശരി തന്നെ, വള്ളംകളിയുടെ ചരിത്രമായാലും ശരി, തൃശ്ശൂർ പൂരത്തിൻ്റെ ശക്തൻ തമ്പുരാൻ്റെ ചരിത്രമായാലും ശരി തന്നെ, ഇതെല്ലാം ആംഗ്ലേയത്തിൽ കുറിക്കപ്പെട്ടിരിക്കുന്നു. ഇതിൻ്റെ ഒരു അറിവ് എന്ന് പറയുന്ന വ്യാപ്തി, അല്ലെങ്കിൽ അറിവ് എത്തേണ്ട മേഖലയുടെ വ്യാപ്തി വല്ലാണ്ട് ഇത് വർദ്ധിപ്പിക്കുന്നത് തന്നെയാണ് എൻ്റെ വിശ്വാസം. കഥനെ സംബന്ധിച്ച് ഞാനൊന്ന് സൂചിപ്പിക്കാം. ശ്രീരാമസ്വാമിയെ തൃപ്രയാർ ചെന്ന് വെല്ലുവിളിച്ചുകൊണ്ട് കഥന മുഴുവൻ ആ ജലത്തിലേക്ക് എടുത്തെറിഞ്ഞ ടിപ്പുവിനെ ഞെട്ടിച്ചുകൊണ്ട് വെള്ളത്തിന് അടിയിൽ കിടന്നുകൊണ്ട്, ജലത്തിനടിയിൽ കിടന്നുകൊണ്ട് ആ കഥനകൾ മുഴുവൻ പൊട്ടിത്തെറിച്ചെങ്കിൽ ആ ചരിത്രം ലോകം അറിയണം, അല്ലേ? അതൊരു കടങ്കഥയൊന്നുമല്ല, ഒപ്പിച്ച കഥയൊന്നുമല്ല, അത് ലോകം അറിയും. ഇങ്ങനെയുള്ള എത്രയോ ചേരമാൻ പെരുമാളും ഇതിനകത്തുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം, അല്ലേ? കേരളത്തിലെ മതേതരത്വത്തിൻ്റെ ആദ്യത്തെ ചിഹ്നം വിളി. ഒരുപക്ഷെ മുസ്ലിംസൊക്കെ നിലനിൽക്കുന്നത് ഈ ഐതിഹ്യങ്ങളിൽ നിന്നാണ്, അല്ലേ? ഐതിഹ്യം എന്ന് പറയുന്നതിൻ്റെ സത്യാംശത്തിൽ നിന്ന്. ഒരുപാട് ദൂരം സംസാരിച്ചു എന്നൊരു സംശയം. കാരണം ഇതിനേക്കാൾ മിടുക്കനായിട്ട് വേണുചേട്ടൻ നന്നായി സംസാരിക്കുമെന്ന് എനിക്കറിയാം. പ്രത്യേകിച്ച് സാഹിത്യവുമായി ബന്ധപ്പെട്ട വർത്തമാനമാകുമ്പോൾ തീർച്ചയായിട്ടും ഡിപ്ലോമാറ്റിക് ഏരിയാസിലും അത് അദ്ദേഹത്തിൻ്റെ സബ്ജക്റ്റാണ്, പ്രാവീണ്യം നേടിയ ആളാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ സംസാരത്തിലേക്ക് ഞാൻ വഴിമാറിക്കൊടുക്കുന്നു. എനിക്ക് 4 മണിക്കെങ്കിലും ഇവിടുന്ന് പോകേണ്ട അത്യാവശ്യമുണ്ട്. ഇപ്പം 4:05 എന്നാലും ഒരു 5 മിനിറ്റ് ഞാനൊന്ന് കേട്ടിട്ട് ഞാൻ ഈ ഫംഗ്ഷനിൽ നിന്ന് പുറത്തേക്ക് പോകും. എല്ലാവർക്കും എൻ്റെ സ്നേഹം. എല്ലാവരും ഈ എഴുത്ത് അംഗീകരിക്കട്ടെ, അറിവിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് പെൻഗ്വിൻ റാൻഡം ഹൗസിനും ശ്രീകുമാരി അമ്മയ്ക്കും ഭാവുകങ്ങൾ നേരുന്നു, പ്രാർത്ഥിക്കുന്നു. കൂടുതൽ രചനകൾ ഉണ്ടാവട്ടെ, മലയാളത്തിലായാലും ആംഗ്ലേയത്തിലായാലും. നന്ദി, നമസ്കാരം.